വീട്ടിലെത്തിയാൽ പിന്നെ ഒരു ബിരിയാണി പോരുന്നതിൻ്റെ മുന്നേ വെക്കൽ നമ്മളെപ്പോഴും പതിവുണ്ട് കേട്ടോ. രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തിരക്കില്ല കേട്ടോ. ഉള്ളി അരിയണ പണി നിൽക്കാൻ കിട്ടിയത്. ഉള്ളിയും തക്കാളിയും അരിയണതും ചിക്കൻ കഴുകണേ. അതിൻ്റെ ഇടയിൽ ഉമ്മ വിറക് വെയിലത്തിടാനും കടക്ക വെയിലത്തിടാനും ഒക്കെ കണ്ടപ്പോൾ വെയിൽ കണ്ടപ്പോൾ അങ്ങോട്ട് മണ്ടിയിട്ടുണ്ട്. നാത്തൂന് കിട്ടിയ പണി വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തൊലിക്കില്ല കേട്ടോ. അതൊക്കെ ശരിയാക്കലാണ്. ഏട്ടത്തിൽ പിന്നെ എല്ലാവരുടെയും തിരുമ്പാനുള്ള ചുമടൊക്കെ താങ്ങിയിട്ട് രാവിലെ തന്നെ തിരുമ്പാനും നിന്നിട്ടുണ്ട്. അരിയലും വൃത്തിയാക്കലും കഴിഞ്ഞാലും പാത്രം കഴുകണ പണി പിന്നെ അങ്ങനെ ചില്ലറ സമയത്തൊന്നും കഴിയില്ലല്ലോ. അവിടെ തുടക്കം മുതലേ ക്ലീൻ ആക്കിയിട്ടാലും അവിടെ അങ്ങനെ പരന്നുകൊണ്ടിരിക്കും. അപ്പം മസാലയൊക്കെ ഇമ്മ അടുപ്പത്താക്കുന്നുണ്ട് കേട്ടോ. ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അടുപ്പത്തുള്ള പണിയൊക്കെ എല്ലാവരും കൂടിയും കൂടുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ എല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ 2 ദിവസം 3 ദിവസം നിൽക്കുമ്പോഴും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിരിയായില്ലേ. പിന്നെ കാണുന്നത് ഇതേമാതിരി 2 മാസമൊക്കെ കൂടുമ്പോൾ എല്ലാവരും കൂടി ഒരുമിക്കുമ്പോൾ മാത്രമല്ലേ പിന്നെ നമ്മൾ കാണും. അതിൻ്റെ ഇടയിൽ നമ്മളെടുത്തേക്ക് വന്നെങ്കിൽ വന്നു. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കൊക്കെ വന്നിങ്ങനെ ഇളക്കി മറിച്ചൊക്കെ തൊട്ട് തലോടി പോകും കേട്ടോ. ഇടാനായപ്പോൾ ഞാൻ ഫോണും പൊടിച്ചങ്ങാണ്ട് വന്നങ്ങാണ്ട് വീഡിയോ എടുക്കാനൊക്കെ വന്ന് നിന്നിട്ടുണ്ട്. അപ്പം അതിൽ കുറേ കനലൊക്കെ വാരിയിട്ട് അതിൻ്റെ മുകളിൽ അമ്മിക്കുട്ടിയൊക്കെ കയറ്റി വെച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ ഞങ്ങളെല്ലാവരും കൂടുമ്പോൾ ഓരോ രസങ്ങളൊക്കെ പറഞ്ഞങ്ങാണ്ട് അങ്ങനെ സമയം പോണത് 2 ദിവസം 3 ദിവസം നിന്നാലും നമ്മൾ സമയം പോണതുകൊണ്ട് അറിയില്ല. പിന്നെ എല്ലാവരും കൂടി കുട്ടികൾക്കൊക്കെ ആദ്യം ഭക്ഷണം കൊടുത്ത് പിന്നെ ഞങ്ങളൊക്കെ സമാധാനത്തിലിരുന്ന് അങ്ങനെ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഞാൻ പോരുന്നതിൻ്റെ തലേന്നത്തെ വീഡിയോ ആണ് കേട്ടോ അത്. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ നേരത്തെ നമ്മൾ പോരും ചെയ്യും. ഓണത്തിന് സ്കൂൾ പൂട്ടുമ്പോഴാണ് പോകാൻ കരുതുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ്